ഭാരതീയർ ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരം നഗരമധ്യത്തിൽ പ്രൗഢിയോടെ സ്ഥിതി ചെയ്യുന്ന നിഗൂഢതകൾ നിറഞ്ഞ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 2011 സുപ്രീം കോടതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഈ മഹാക്ഷേത്രത്തിലെ നിഗൂഢതകൾ നിറഞ്ഞ നിലവറ തുറന്നപ്പോഴാണ് കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണശേഖരത്തിന്റെ വിവരങ്ങൾ ലോകമറിയുന്നത്. എപ്പോഴാണ് ഈ മഹാക്ഷേത്രം പണി കഴിപ്പിച്ചത്? എന്താണ് ഇതുവരെ തുറന്നിട്ടില്ല എന്ന് കരുതപ്പെടുന്ന ബി നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്? പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിന് താഴെ കടലിരമ്പം ഭക്തർ കേൾക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്? ക്ഷേത്രം നിത്യപൂജ നിലച്ച് പൂട്ടിയിട്ടിരുന്ന കാലത്ത് ശ്രീകോവിലിൽ നിന്ന് സിംഹഗർജനം കാവൽക്കാർ കേട്ടത് എങ്ങനെയാണ്? നമസ്കാരം, ഞാൻ ധനുഷ് ദേവൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് DMW ധനുഷ് മീഡിയ വാട്സ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നാണ് പണി കഴിപ്പിച്ചത് എന്നുള്ള കൃത്യമായ രേഖകൾ ഒരിടത്തു നിന്നും ലഭ്യമല്ല. ആരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നും ഈ മഹാക്ഷേത്രത്തിൻ്റെ പഴക്കം എത്രയാണെന്നും ഇതുവരെ ആർക്കും നിർണ്ണയിക്കാൻ സാധിച്ചിട്ടുമില്ല. ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മതിലകം രേഖകൾ എന്ന 3000-ഓളം താളിയോല കെട്ടുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഓരോ കെട്ടുകളിലും 1000 താളിയോലകൾ അടങ്ങിയിട്ടുണ്ട്. നിലവിലുള്ളതിൽ വെച്ച് തിരുവിതാംകൂർ ചരിത്രമറിയാൻ സാധിക്കുന്ന ഏറ്റവും ആധികാരികമായ രേഖകളാണ് ഇവ. ക്രിസ്തുവർഷം AD 1425 വീര ഇരവിവർമ്മന്റെ കാലം മുതലാണ് ഇവ ശേഖരിക്കാൻ തുടങ്ങിയത്. മഹാകവി ഉള്ളൂരാണ് മതിലകം രേഖകൾ ക്രോഡീകരിച്ചത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമ്പത്തിനെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും നടവരവിനെക്കുറിച്ചും സമർപ്പണങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി മതിലകം രേഖകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ക്ഷേത്രത്തെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാൻ സാധിക്കാത്ത ധാരാളം നിഗൂഢതകൾ മതിലകം രേഖകളിൽ പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്വർണ്ണശേഖരത്തിലെ വിഗ്രഹത്തിൽ ചാർത്തുന്ന അപൂർവ ആഭരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകളെക്കുറിച്ചും രേഖകളിൽ കൃത്യമായി പറയുന്നുണ്ട്. 3 ഹെക്ടറോളം വരുന്ന വിശാലമായ ഭൂമിയിലാണ് ക്ഷേത്രം മുഴുവനായി സ്ഥിതി ചെയ്യുന്നത്. അനന്തൻ എന്ന നാഗത്തിൻ്റെ മുകളിൽ ശയിക്കുന്ന പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഭീമാകാരമായ വിഗ്രഹമായതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ പത്മനാഭ വിഗ്രഹത്തെ ദർശിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ശ്രീകോവിലിനുള്ളിൽ 3 വാതിലുകൾക്കുള്ളിൽ കൂടി മാത്രമേ ദർശനം ഭക്തർക്ക് സാധ്യമാവുകയുള്ളൂ. ഒരു വാതിലിൽ കൂടി ശിരസ് ദർശിക്കാൻ സാധിക്കുമ്പോൾ മറുവാതിലിൽ കൂടി പത്മനാഭന്റെ നാഭിയിൽ മുട്ടിട്ട താമര ഇതളിൽ കുടികൊള്ളുന്ന ബ്രഹ്മാവിനെ ദർശിക്കാൻ ഭക്തർക്ക് സാധിക്കും. 3ാമത്തെ വാതിലിൽ പത്മനാഭന്റെ ഭീമാകാരമായിട്ടുള്ള പാദങ്ങളും ദർശിക്കാൻ സാധിക്കുന്നതാണ്. പകുതിയോളം തനി തങ്കത്തിൽ പൊതിഞ്ഞ വിഗ്രഹമാണ് ഇപ്പോൾ ഭക്തർ ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കടുശർക്കര യോഗ കൂട്ടുകൊണ്ടാണ് വിഗ്രഹം പണി കഴിപ്പിച്ചിരിക്കുന്നത്. AD 1730 വരെ ഇലപ്പ മരത്തടിയിലായിരുന്നു വിഗ്രഹം നിർമ്മിച്ചിരുന്നത്. അതിനുശേഷമാണ് 12000 സാളഗ്രാമങ്ങൾ കൊണ്ടുള്ള കടുശർക്കര യോഗക്കൂട്ടിൽ ഇപ്പോൾ ഭക്തർ ദർശിക്കുന്ന വിഗ്രഹം പണി കഴിപ്പിച്ചത്. കടുശർക്കര യോഗക്കൂട്ടുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ തന്നെ വിഗ്രഹത്തിൽ ജലം കൊണ്ട് അഭിഷേകം നടത്താൻ സാധ്യമല്ല. വിഗ്രഹം അലിഞ്ഞു പോകും എന്നുള്ള ഒരു ഭയം കൊണ്ടാണിത്. എന്താണ് ഈ കടുശർക്കര യോഗം എന്ന് നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പലതരം മണലുകൾ, പലതരം വൃക്ഷത്തടികൾ, പലതരം ആയുർവേദ കൂട്ടുകൾ, പല നദിയിൽ നിന്നുള്ള ജലം എല്ലാം സമന്വയിപ്പിച്ചാണ് ഈ കടുശർക്കര കൂട്ട് തയ്യാറാക്കുന്നത്. കാവിമണ്ണ്, ത്രിഫല, കോഴിപ്പറൽ, ചെഞ്ചല്യം എന്നിങ്ങനെയുള്ള മിശ്രിതങ്ങളുടെ കൂടെ പൊടിച്ച് ശിലപ്പൊടിയാക്കി വളരെ സൂക്ഷ്മതയോടെയും വൈദഗ്ധ്യത്തോടെയും വിദഗ്ധർ തയ്യാറാക്കുന്ന കൂട്ടാണിത്. 12008 സാളഗ്രാമങ്ങൾ അടുക്കി വെച്ചുള്ള രൂപകൽപ്പനയ്ക്ക് ശേഷം ഏതാണ്ട് അഷ്ടബന്ധനത്തിന് തുല്യമായ കടുശർക്കര കൂട്ടുണ്ടാക്കി സാളഗ്രാമങ്ങൾക്ക് മേൽ പൂശി ഒരു മനുഷ്യ ശരീരത്തിന് തുല്യമായി രൂപകൽപ്പന ചെയ്ത് അതിൽ താന്ത്രിക വിധി പ്രകാരം ജീവാവാഹനം ചെയ്തതാണ് ഇവിടുത്തെ കടുശർക്കര യോഗം വിഗ്രഹം എന്നുള്ളതാണ് വിശ്വാസം. നേപ്പാളിലുള്ള ഗണ്ഡകി നദിയുടെ തീരങ്ങളിൽ കണ്ടുവരുന്ന വിശേഷാകൃതിയിലുള്ള കല്ലുകളാണ് സാളഗ്രാമങ്ങൾ. പത്മനാഭസ്വാമി വിഗ്രഹം അമൂല്യമായ രത്നങ്ങളും തങ്കാങ്കിയും വിലമതിക്കാനാവാത്ത സ്വർണ്ണ മോതിരവും കിരീടവും എല്ലാം ചാർത്തിയാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. വലത്തെ കൈ പൂർണ്ണമായും തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അതേസമയം വളരെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ, അതായത് വിരലിൽ എണ്ണാവുന്ന വർഷങ്ങൾക്ക് മുമ്പ് വരെ പൂർണ്ണമായും കടുശർക്കര യോഗത്തിൽ തീർത്ത കറുപ്പ് നിറത്തിലുള്ള വിഗ്രഹമായിരുന്നു ഭക്തർ ദർശിച്ചു പോന്നിരുന്നത്. അത് സ്വർണം കൊണ്ട് പൊതിഞ്ഞ വിഗ്രഹമാണെന്ന് ആർക്കും അന്ന് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം വിഗ്രഹത്തിൻ്റെ കേടുപാടുകൾ തീർക്കാൻ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തേച്ചു മിനുക്കുന്നതിനിടയിൽ വിഗ്രഹത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇരുണ്ട നിറം മാറി സ്വർണ്ണ നിറം രൂപപ്പെടുകയായിരുന്നു. ശേഷമുള്ള വിശദമായിട്ടുള്ള പരിശോധനയിലാണ് ഭീമാകാരമായിട്ടുള്ള വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കരിതേച്ച് മറച്ചു വച്ചതാണെന്ന് ബോധ്യപ്പെട്ടത്.
ബ്രിട്ടീഷുകാർ ക്ഷേത്രം കൊള്ളയടിക്കാൻ സാധ്യതയുള്ളതിനാൽ രാജഭരണകാലത്ത് വിഗ്രഹത്തിലെ വിലമതിക്കാനാകാത്ത സ്വർണ്ണാഭരണങ്ങൾ കരിതേച്ച് മറച്ചതാണെന്ന് സ്ഥിരീകരിക്കാത്ത നിഗമനങ്ങൾ ആ സമയത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്വർണ്ണശേഖരം കൊണ്ട് മാത്രമല്ല പത്മനാഭസ്വാമി ക്ഷേത്രം ജനങ്ങളെ വിസ്മയിപ്പിച്ചത്. സ്വർണ്ണശേഖരത്തെ എല്ലാം കവച്ചു വെച്ചുകൊണ്ട് വിലമതിക്കാനാകാത്ത ദേവചൈതന്യം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നാണ് തിരുവിതാംകൂർ നിവാസികൾ രാജഭരണകാലം മുതലേ കരുതിപ്പോരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ നടന്ന പല ആശ്ചര്യ സംഭവങ്ങളും മതിലകം രേഖകളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുമുണ്ട്. നിലവിൽ തുറക്കാൻ സാധിക്കാത്ത ഒരു നിലവറയുണ്ട്, അതാണ് ബി നിലവറ. ഈ ബി നിലവറ അഥവാ ഭരത് കോൺ നിലവറ സ്ഥിതി ചെയ്യുന്നത് ഈ വിഗ്രഹത്തിൻ്റെ തൊട്ട് താഴെയാണ്. പത്മനാഭൻ കിടക്കുന്ന ശ്രീകോവിലിന് താഴെ പാലാഴിയാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. AD 1563 ആദിത്യവർമ്മ രാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സമയം. ആ സമയത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന കൽമണ്ഡപത്തിൽ നിന്നും പാലൊഴുക്ക് കണ്ടു എന്ന് പറയപ്പെടുന്നു. തുടർച്ചയായി 3 പ്രാവശ്യം ഈ അപൂർവ സംഭവത്തിന് അദ്ദേഹം സാക്ഷ്യം വഹിച്ചതായും രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ശേഷം AD 1628 ശ്രീകോവിലിന്റെ വടക്കു ഭാഗത്തും സമാനമായിട്ടുള്ള സംഭവം വീര രവിവർമ്മ മഹാരാജാവ് ദർശിച്ചതായി രേഖകളിൽ വ്യക്തമാക്കുന്നു. പത്മനാഭൻ കിടക്കുന്നത് പാൽക്കടലിലാണല്ലോ. അങ്ങനെ പാൽക്കടലിലായതുകൊണ്ട് തന്നെ ചെറിയ സുഷിരങ്ങൾ വഴി പുറത്തേക്ക് ഒഴുകിയെത്തിയതാകാമെന്നാണ് ഭക്തർ വിശ്വസിച്ചിരുന്നത്. ഇന്നും ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും. ഭക്തർ പ്രവേശിക്കുമ്പോൾ മണ്ഡപത്തിന് ചുറ്റും കരിങ്കൽ കൊണ്ടുള്ള തറയിൽ ഈയമുരുക്കി പാലൊഴുക്കുകൾ തടഞ്ഞിരിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാനായി സാധിക്കും. അത് പാലൊഴുക്കാണ് എന്നാണ് വിശ്വാസം. AD 1603 ക്ഷേത്രത്തിലെ അടിച്ചുതളിക്കാർ വടക്കേ നടയുടെ പരിസരം വൃത്തിയാക്കാൻ പോയ സമയത്ത് മണിമുഴക്കങ്ങളും കുഞ്ഞിക്കാലൊച്ചകളും ചിലങ്കകളുടെ കിലുകില ശബ്ദങ്ങളും കേട്ടതായി പറയപ്പെടുന്നു. എന്നാൽ അവിടെയെല്ലാം ശേഷം അരിച്ചു പിറക്കിയെങ്കിലും ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. AD 1686 അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു തീപിടുത്തം, അതിഭയാനകരമായ തീപിടുത്തത്തിന് ക്ഷേത്രം സാക്ഷ്യം വഹിച്ചു. ശ്രീകോവിൽ മുഴുവൻ കത്തി നശിക്കുകയും മേൽക്കൂര ഇലപ്പത്തടിയിൽ നിർമ്മിതമായിട്ടുള്ള ശ്രീ പത്മനാഭ മൂലവിഗ്രഹത്തിന് മുകളിലൂടെ അടർന്നു വീഴുകയും ചെയ്തു. എന്നിട്ട് പോലും വിഗ്രഹത്തിന് യാതൊരു കേടുപാടുകളും വന്നില്ല എന്നുള്ളത് ക്ഷേത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ആശ്ചര്യങ്ങളിൽ ഒന്നാണ്. പല സന്ദർഭങ്ങളിലും അർദ്ധരാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും കാവൽക്കാർ അതിഭീകരമായിട്ടുള്ള സിംഹഗർജനം കേട്ടിരുന്നതായും പറയപ്പെടുന്നു. AD 1673 മുതൽ 1677 വരെ ക്ഷേത്രം നിത്യപൂജകൾ നിലച്ച് കൊട്ടിയടച്ച നിലയിലായിരുന്നു. ഈ സമയത്താണ് ക്ഷേത്രത്തിന് പുറത്തു നിൽക്കുന്ന കാവൽക്കാർ നരസിംഹമൂർത്തി കുടിയിരിക്കുന്ന ഭാഗത്തു നിന്നും സിംഹഗർജനം പലപ്പോഴായി കേട്ടതായി പറയപ്പെടുന്നത്. എന്നാൽ ഇതൊന്നും അപ്പോൾ വിശ്വാസയോഗ്യമല്ലായിരുന്നു. എന്നാൽ AD 1809 ജൂൺ മാസം ക്ഷേത്രത്തിന്റെ അകത്തു നിന്നും സിംഹത്തിന്റെ ഗർജനം എന്ന് തോന്നിപ്പിക്കുന്ന ഭയാനകരമായ അലർച്ച ചുറ്റുപാടും കേൾക്കുകയുണ്ടായി. മതിലകം രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത്. AD 1865 അനിഴം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് വൃശ്ചികം 8-ാം തീയതി അർദ്ധരാത്രി ഒരിക്കൽ കൂടി നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഭയാനകരമായിട്ടുള്ള സിംഹഗർജനം കേട്ടതായി രേഖകളിൽ പറയപ്പെടുന്നു. അതേസമയം ഇതെല്ലാം കാലാകാലങ്ങളായി തിരുവിതാംകൂർ ദേശത്തിന് വന്ന് ഭവിക്കാൻ പോകുന്ന അത്യാപത്തുകളുടെ സൂചനയായാണ് ഭരണാധികാരികൾ കണ്ടുപോന്നിരുന്നത്. എന്നാൽ ഈ കാലത്ത് ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിൽ ഇതെല്ലാം രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കെട്ടുകഥകളായി മാത്രം വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതകൾ ഏറെയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു ആശ്ചര്യമാണ് ബലിക്കല്ലിന് സമീപമുള്ള ഹനുമാൻ സ്വാമിക്ക് ചാർത്തുന്ന നേർച്ച വെണ്ണ. തുറസായ സ്ഥലത്ത് ആർക്കും തൊട്ട് ആരാധിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഹനുമാന്റെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. എത്ര ചൂടുള്ള കാലാവസ്ഥയിലും ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിലുള്ള വെണ്ണ ഒരിക്കലും ഉരുകുന്നില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറമെ AD 1935 ക്ഷേത്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഹനുമാൻ സ്വാമിയുടെ വളരെ അടുത്തുവരെ തീ പടർന്നു പിടിച്ചിട്ടും താപനില വളരെ അധികം ഉയർന്നിട്ടും വിഗ്രഹത്തിൽ പൂശിയിരുന്ന നേർച്ച വെണ്ണയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നത് അവിശ്വസനീയമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിലെ വിലമതിക്കാനാകാത്ത സ്വത്ത് സൂക്ഷിച്ചിരിക്കുന്ന നിലവറകളെ കുറിച്ച് പരിശോധിക്കാം. 6 നിലവറകളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത്. ഇവയിൽ 5ഉം പത്മനാഭ വിഗ്രഹത്തിന് ചുറ്റുമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ബി നിലവറ എന്നറിയപ്പെടുന്ന ഭരത് കോൺ നിലവറ, അതിലേക്കുള്ള വഴി ചെന്നെത്തുന്നത് വിഗ്രഹത്തിന് തൊട്ട് താഴേക്കുള്ള സ്ഥലത്താണ്. ഈ ഭരത് കോൺ നിലവറയ്ക്കുള്ളിൽ എന്താണെന്ന് ലോകത്ത് ആർക്കും തന്നെ യാതൊരു നിശ്ചയവുമില്ല എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം നാട് നീങ്ങിയ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാമായിരുന്നുവെന്നും പറയപ്പെടുന്നു. 6 നിലവറകൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും 4 കല്ലറകളും 2 വലിയ മുറികളുമാണ് ഇവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ ABCD ഇങ്ങനെയുള്ള കോഡുകൾ ഈ കല്ലറകൾക്ക് നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര വരുമാനങ്ങളുടെ സുഗമമായിട്ടുള്ള കണക്കെടുപ്പിന് വേണ്ടിയാണ്.
എ നിലവറയെ ഭണ്ഡാരവക നിലവറ എന്നും ബി നിലവറയെ ഭരത് കോണറ എന്നുമാണ് അറിയപ്പെടുന്നത്. സി വ്യാസകോണും ഡി നിത്യാദി അറയുമാണ്. ഇവയിൽ എയും ബിയും ഒഴിച്ച് ബാക്കി എല്ലാ അറകളും ക്ഷേത്ര ആവശ്യങ്ങൾക്കായും ക്ഷേത്ര ഉത്സവങ്ങൾക്കായും തുറക്കുന്നവയുമാണ്. ക്ഷേത്രത്തിലെ നിത്യപൂജയ്ക്കായുള്ളതും ക്ഷേത്രോത്സവം പ്രമാണിച്ച് ഉപയോഗിക്കേണ്ടതുമായ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങളും കലശക്കുടങ്ങളുമാണ് ഈ അറയിലെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. 2011 ക്ഷേത്രത്തിൻ്റെ അവകാശത്തെ ചൊല്ലിയുണ്ടായ തർക്കം. ഈ തർക്കത്തെ തുടർന്നാണ് സുപ്രീം കോടതി ക്ഷേത്രത്തിൻ്റെ ആസ്തി എത്രയുണ്ട് എന്ന് നിലവറകൾ തുറന്ന് പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ രൂപീകരിച്ചത്. ഇതേ തുടർന്ന് മഹാഭണ്ഡാരകോൺ നിലവറയായിട്ടുള്ള എ നിലവറ പ്രത്യേക ഭരണസമിതി തുറക്കുന്നു. ഇതുവരെ ലോകം കണ്ടിട്ടുള്ള സ്വർണ്ണ ശേഖരങ്ങളെല്ലാം നാണിപ്പിച്ച് തല താഴ്ത്തുന്നതായിരുന്നു മഹാഭണ്ഡാരകോൺ നിലവറയിൽ സമിതി ദർശിച്ച സ്വർണ്ണശേഖരം. അന്ന് ആ സമിതിയിലുണ്ടായിരുന്ന ജസ്റ്റിസ് CS രാജൻ പറഞ്ഞ വാക്കുകൾ ഇവയാണ്: ഇതൊരു വിസ്മയകരമായിട്ടുള്ള അനുഭവമാണ്. ഇത് നിധിയല്ല. നിധി എന്ന് പറയുന്നത് നമുക്കറിയാത്തൊരു സാധനം കണ്ടു കിട്ടുമ്പോഴാണ്. ഇത് കാലാകാലങ്ങളായി പത്മനാഭസ്വാമിക്ക് രാജാവും ഭക്തരും ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയവരും സമർപ്പിച്ച വസ്തുക്കളാണ്. എ നിലവറയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ അതിൻ്റെ ബാഹുല്യം മാത്രമേ അറിയാതിരുന്നുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. 3 വാതിലുകളായിരുന്നു എ നിലവറയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു ഉരുക്ക് വാതിലും ഒരു തടിയുടെ വാതിലും കടന്ന് താഴേക്ക് ചെല്ലുമ്പോൾ കരിങ്കൽ പാളി കൊണ്ടുള്ള മറ്റൊരു വാതിലാണത്. 6 മല്ലന്മാർ ചേർന്ന് പിടിച്ചാണ് ആ വാതിൽ ഉയർത്തിയത്. ശേഷം നിലവറയ്ക്കുള്ളിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്ത് താഴേക്ക് ഇറക്കിയത് അതിനുള്ളിൽ ഇറങ്ങുന്ന ആൾക്കാർ ബോധം കെടാതിരിക്കാനായിരുന്നു. സ്വർണത്തിന്റെ തിളക്കം കാരണം നിലവറ പ്രകാശപൂരിതമായിരുന്നു. മാറ്റുരച്ച് നോക്കേണ്ടാത്ത തനി തങ്കമാണ് എ നിലവറയ്ക്കുള്ളിൽ നിന്നും കണ്ടെടുത്തത്. ധാരാളം കാൽപ്പെട്ടികളിലായിരുന്നു എ നിലവറയിൽ സ്വർണ്ണശേഖരം കണ്ടെത്തിയത്. കാലപ്പഴക്കം കാരണം കാൽപ്പെട്ടികൾ ചിതലരിച്ച് മരതകവും വൈഡൂര്യവും അടക്കമുള്ള രത്നങ്ങൾ താഴെ ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു. പത്മനാഭ വിഗ്രഹത്തിനായി പണിത ആഭരണങ്ങൾ കാലാകാലങ്ങളിൽ കേടുവന്നതും നിലവറയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 2000-ഓളം ഭീമാകാരമായിട്ടുള്ള വിഗ്രഹത്തിൽ ചാർത്താവുന്ന ശരപ്പൊളിമാലകൾ, ഒരു ചാക്ക് നിറയെ മരതകവും റൂബിയും വൈഡൂര്യവും, സമൃദ്ധമായി രത്നങ്ങൾ പതിപ്പിച്ച 10 സ്വർണ്ണ താമരകൾ, ശരപ്പൊളിമാലകൾ കോർക്കാവുന്ന ഭീമാകാരമായിട്ടുള്ള സ്വർണ്ണ ലോക്കറ്റുകൾ, വിഗ്രഹത്തിൽ ചാർത്തുന്ന ഭീമൻ ഒഡിയാണ്, ഏകദേശം 19.5 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ അഥവാ രാശിപ്പണം, സ്വർണം പൊതിഞ്ഞ 14,000 അർക്കപുഷ്പങ്ങൾ, വിഗ്രഹത്തിൽ ചാർത്തുന്ന ഭീമൻ സ്വർണ്ണ കിരീടങ്ങൾ, ചാക്ക് നിറയെ സ്വർണ്ണ നെൽമണികൾ, സ്വർണ്ണ കയർ, മഹാവിഷ്ണുവിൻ്റെ തനി തങ്കത്തിൽ സമൃദ്ധമായി നവരത്നങ്ങൾ പതിപ്പിച്ച വിഗ്രഹം, രത്നങ്ങൾ പതിച്ച സ്വർണ്ണ ചിരട്ടകൾ, സ്വർണ്ണ ദണ്ടുകൾ, ഇങ്ങനെ പോകുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ആ സ്വർണ്ണ ശേഖരം എന്ന് പറയുന്നത്. ഓരോ ലോക്കറ്റുകളിൽ പോലും 997 വൈരക്കല്ലുകളാണ് പതിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 1300 ടൺ സ്വർണ്ണമാണ് അവിടെ നിന്നും കണ്ടെത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു വർഷം ക്രയവിക്രയം നടത്തപ്പെടുന്നത് അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നത് വെറും 850 ടൺ സ്വർണം മാത്രമാണ്. എന്നാൽ ഈ ശേഖരത്തിൽ ക്രിസ്തുവിന് മുൻപുള്ള സ്വർണ്ണ നാണയങ്ങൾ വരെയുണ്ട്. സ്വർണത്തിൻ്റെ പൗരാണിക മൂല്യം കൂടാതെ 1.5 ലക്ഷം കോടി രൂപയാണ് അന്ന് ഇവയുടെ മൂല്യമായി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഓരോ രത്നങ്ങളുടെയും പൗരാണിക മൂല്യവും പരിശുദ്ധിയും സ്വർണത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകളും എല്ലാം കൂടി ചേരുമ്പോൾ വില മതിക്കാനാകാത്ത മൂല്യമാണ് ഇപ്പോൾ എ നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന അനന്തപത്മനാഭൻ്റെ ആഭരണ ശേഖരണത്തിനുള്ളത്. അതിനെയും കൂടുകയല്ലാതെ ഒരിക്കലും ഈ മൂല്യം കുറയുകയില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. പിന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും നിഗൂഢമായിട്ടുള്ള വിഗ്രഹത്തിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന ബി നിലവറയിൽ എന്താണെന്ന് സമിതി തുറന്ന് പരിശോധിക്കാൻ ഒരുങ്ങിയത്. അതേസമയം ഭണ്ഡാരകോൺ നിലവറ തുറന്ന അത്ര എളുപ്പമായിരുന്നില്ല ബി നിലവറ അഥവാ ഭരത് കോണറ സമിതിക്ക് തുറക്കാൻ. ബി നിലവറയെ ചുറ്റിപ്പറ്റി ധാരാളം നിഗൂഢതകളും ധാരാളം കിംവദന്തികളും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന്, ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരം നഗരം നശിക്കും എന്നുള്ളതാണ്. ബി നിലവറ പൂട്ടിയിരിക്കുന്നത് നവസ്വര പൂട്ടിട്ടാണ് എന്നാണ് പലരുടെയും അഭിപ്രായം. അതായത് ദേവചൈതന്യവും മഹാശക്തികളും കുടികൊള്ളുന്ന ഈ നിലവറ തുറക്കണമെങ്കിൽ പല വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മഹാഗരുഡ മന്ത്രം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാണ് വിശ്വാസികൾക്കിടയിൽ സംസാരം. ഒരു പ്രത്യേക താളത്തിൽ ഗരുഡമന്ത്രം ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിൽ നിന്നുണ്ടാകുന്ന പ്രകമ്പനത്തിൽ നിന്നും നിലവറയുടെ പൂട്ടുകൾ ഒന്നൊന്നായി തുറക്കപ്പെടുമെന്നാണ് വിശ്വാസം. അതേസമയം കല്ലറയുടെ താക്കോലായ മഹാഗരുഡമന്ത്രം അറിയാവുന്ന ഒരാൾ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നും പറയപ്പെടുന്നുണ്ട്. മറ്റൊരു വിശ്വാസം നാഗഭാഷ ബന്ധനത്തെക്കുറിച്ചുള്ളതാണ്. ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങും എന്നാണ് പറയപ്പെടുന്നത്. അതായത് ശാസ്ത്രീയമായ രീതിയിലല്ല അറ തുറക്കുന്നതെങ്കിലോ ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചാലോ നഗരം നശിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു.
ബി കല്ലറയോട് ചേർന്ന് ധാരാളം ഉപകല്ലറകൾ ഉണ്ടെന്നും അതിലൊരു കല്ലറയുടെ വാതിൽ ചെന്നെത്തുന്നത് ശംഖുമുഖം സമുദ്രത്തിനടിയിലേക്കാണെന്നും മറ്റു ഉപ അറകൾ പല കുളങ്ങളിലേക്കും നദികളിലേക്കും പാർവതി പുത്തനാറിലേക്ക് പോലും ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അറ തള്ളി തുറക്കാൻ തുനിഞ്ഞാൽ ആ വാതിലിനോടൊപ്പം ഈ ഉപ അറകൾ തുറക്കപ്പെടുമെന്നും പല ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം ഇരച്ചു കയറുമെന്നും കരുതപ്പെടുന്നു. ഒരു അണക്കെട്ട് പൊട്ടിയാൽ ഉണ്ടായേക്കാവുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടായേക്കുമെന്നും വിശ്വാസികൾക്കിടയിൽ സംസാരമുണ്ട്. നേരത്തെ ഈ അറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ തിരുവനന്തപുരം 6 മാസം വെള്ളത്തിനടിയിലായിരുന്നുവെന്നും കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഇതേ കാരണം പറഞ്ഞു തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് നിലവറ തുറക്കാൻ പ്രത്യേക സമിതി തുനിഞ്ഞപ്പോൾ രാജകുടുംബം സ്റ്റേ മേടിച്ചെടുത്തത്. പക്ഷേ ഇതെല്ലാം വെറും കഥകൾ മാത്രമാണ്, വെറും കെട്ടുകഥകൾ മാത്രം. ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവുകളും ഇതിനില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിലവറയുടെ ദർശനം കിഴക്കോട്ടാണെന്നും നിലവറയ്ക്കുള്ളിൽ എന്താണുള്ളതെന്ന് ആർക്കും അറിയില്ലെന്നും രാജകുടുംബത്തിന് പോലും അത് നിശ്ചയമില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ കല്ലറ തുറക്കുന്നത് വലിയ അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തുമെന്നും രാജകുടുംബം കോടതിയിൽ വാദിച്ചു. എന്നാൽ ബി നിലവറ 1990-ലും 2002-ലുമായി 7 തവണ തുറന്നിട്ടുണ്ടെന്നാണ് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുടെ ആദ്യ അറ മാത്രമേ തുറന്നിട്ടുള്ളൂവെന്നും തിരുവിതാംകൂർ രാജകുടുംബം പറയുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന അറയ്ക്കപ്പുറം മറ്റൊരു വാതിലുണ്ട്. ആ വാതിൽ ഇതുവരെ ആരും തുറന്നിട്ടില്ല, തുറക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അതിനുള്ളിൽ എന്താണെന്ന് അറിയാവുന്നവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുമില്ല. ഇതാണ് രാജകുടുംബം പറയുന്നത്. ബി നിലവറ കൊള്ളയടിക്കാൻ വന്ന ബ്രിട്ടീഷുകാർ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ കണ്ട് പിൻവാങ്ങിയെന്നും 1993-ൽ പ്രസിദ്ധീകരിച്ച എമിലി ഗിൽക്രിസ്റ്റിന്റെ ട്രാവൻകൂർ ഗൈഡ് ബുക്ക് ഫോർ ദി വിസിറ്റേഴ്സ് എന്ന പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം ബി നിലവറ തുറക്കാൻ ശ്രമിച്ച പ്രത്യേക സമിതിയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2 വാതിലുകളാണ് ബി നിലവറയ്ക്കുള്ളിൽ സമിതി തുറക്കാൻ ശ്രമിച്ചത്. അതിൽ ആദ്യത്തേത് തടി കൊണ്ടുള്ള വാതിലായിരുന്നു. അത് വിജയകരമായി തുറന്നിറങ്ങിച്ചെല്ലുന്നത് ഉരുക്ക് കൊണ്ടുള്ള ഭീമാകാരമായിട്ടുള്ള മറ്റൊരു വാതിലിലേക്കാണ്. ആ വാതിലിന് കഥകളിലുള്ള പോലെയുള്ള നാഗപാശബന്ധനമോ നവരസപ്പൂട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അത് തുറക്കാൻ ഒരു താക്കോലും ഉണ്ടായിരുന്നു. പൂട്ടിലൂടെ താക്കോൽ അകത്തേക്ക് അവർ പ്രവേശിപ്പിച്ചു. 3 തവണ തിരിക്കുമ്പോൾ ആ താക്കോൽ തുറക്കപ്പെടും. ഇതാണ് അതിൻ്റെ ടെക്നോളജി. എന്നാൽ 2 തവണ മാത്രമേ താക്കോൽ തിരിഞ്ഞുവെന്നും 3ാമത്തെ പിരി തുറക്കാൻ സാധിച്ചില്ല എന്നും സമിതി വെളിപ്പെടുത്തി. വർഷങ്ങളുടെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ പൂട്ടിൻ്റെ പിരിയിൽ തുരുമ്പ് കയറി ഉടക്കിയിരിക്കുകയായിരുന്നു. വാതിൽ തുറക്കാൻ വന്ന ഒരു സമിതി അംഗത്തിൻ്റെ കാൽ ആ സമയം അവിടെ വെച്ച് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവറയുടെ മുന്നിൽ രക്തം വീണതോടെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഇതൊരു ദുസ്സൂചനയായി കാണുകയാണ് എന്നുമാണ് ആ സമയത്ത് നിന്നുമുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഉരുക്ക് വാതിലിനപ്പുറം ഇനി ഒരു വാതിലുണ്ടോ എന്നും അത് തുറന്നാൽ മാത്രമേ അറിയാനായി സാധിക്കുകയുമുള്ളൂ. അന്ന് സമിതിയിലുണ്ടായിരുന്ന ജസ്റ്റിസ് CS രാജൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: ആദ്യത്തെ അറ കഴിഞ്ഞ് 2ാമത്തെ അറ തുറക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്നിരുന്നാലും ഭൗമശാസ്ത്രജ്ഞർ സോണോമീറ്റർ പോലുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവിടം പരിശോധിക്കുകയുണ്ടായി. നിലവിൽ തുരങ്കത്തിൻ്റെ സാന്നിധ്യമോ സമുദ്രത്തിൻ്റെ സാന്നിധ്യമോ ഭൗമശാസ്ത്രപരമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അവിടെ നിന്നും ഒരു തുരങ്കവും ശംഖുമുഖത്തേക്ക് പോകുന്നില്ല എന്ന് ശാസ്ത്രീയമായി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ബി നിലവറയ്ക്കുള്ളിൽ എന്താണെന്നുള്ള ആകാംക്ഷ ഓരോ മലയാളിക്കുള്ളിലും ഇപ്പോഴും തിളച്ചു മറിയുകയാണ്. ബി നിലവറയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ കോടതി അങ്ങനെ ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. ഗോപാൽ സുബ്രഹ്മണ്യം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നിലവറയെക്കുറിച്ച് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ വിശദമായി പഠിച്ച് അദ്ദേഹം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം 7 തവണ ഈ നിലവറ തുറക്കപ്പെട്ടു എന്ന് തന്നെയാണ്. പ്രധാനമായും തിരുവിതാംകൂർ രാജ്യം ക്ഷാമത്തിലേക്ക് നീങ്ങുന്ന സമയത്താണ് ഈ നിലവറ തുറന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് പോലും ഈ നിലവറ തുറന്നിട്ടുണ്ടായിരുന്നു. അവസാനമായി കണക്കെടുപ്പിന് വേണ്ടി 1881-ലാണ് ഈ നിലവറ തുറന്നിട്ടുള്ളത്. അന്നത്തെ കണക്കെടുപ്പിൽ 12,000 കോടി രൂപയുടെ സ്വത്തുക്കളാണ് നിലവറയിൽ എണ്ണിത്തിട്ടപ്പെടുത്തി വെച്ചത്. അതായത് 1881-ലെ 12,000 കോടി എന്ന് പറയുമ്പോൾ പൗരാണിക മൂല്യമെല്ലാം ചേർത്ത് ഏകദേശം 1,000 ലക്ഷം കോടിക്ക് മേലെയുള്ള സ്വത്ത് വകകൾ അതിനുള്ളിലുണ്ടെന്ന് കണക്ക് നമ്മൾ കൂട്ടേണ്ടി വരും. അതായത് 1881-ലെ 12,000 കോടി എന്ന് പറയുമ്പോൾ പൗരാണിക മൂല്യമെല്ലാം ചേർത്ത് ഏകദേശം എത്ര ലക്ഷം കോടി എന്ന് പോലും ഈ സമയത്ത് കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയും സ്വത്തുക്കൾ അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിഗൂഢതകൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ചരിത്രത്തോടൊപ്പം ധാരാളം മിത്തുകളും ധാരാളം വിശ്വാസങ്ങളും എല്ലാം ഇടകലർന്ന് അനന്തപുരിയെ ഇപ്പോഴും ശ്രീ പത്മനാഭസ്വാമി എന്ന് പറയുന്ന അനന്തപുരിയുടെ ആ സ്ഥലകാല ദേവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാം
ചരിത്രവും എന്തെല്ലാം വസ്തുതകളുമാണ് ഉയർന്നു വരാനിരിക്കുന്നത് എന്നുള്ളത് ചരിത്രകാരന്മാർ ഇപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്.